അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് പ്രിയമുള്ളവരെ, എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ പറയുന്നത് വളരെയധികം നമ്മൾ ചിന്തിക്കേണ്ട, നമ്മൾ ഏറ്റവും കൂടുതൽ കരുതി വെക്കേണ്ട ഒരു കാര്യമാണ്. ഇത് നമ്മൾ കണ്ടു കണ്ണൂർ ഭാഗത്ത് നടന്നൊരു സംഭവം. ഇന്നലെ മിഞ്ഞാന്നൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച നടത്തിയ ഒരു വാർത്തയാണ്. 25-കാരനായ ഒരു ചെറുപ്പക്കാരൻ സ്വന്തം അമ്മയെ വെട്ടിക്കൊന്ന ഒരു സംഭവം നമ്മൾ കാണാനിടയായി. ഈ പൊന്നുമോന് ഏറ്റവും കൂടുതൽ സ്നേഹം കൊടുത്ത് വാപ്പയും അച്ഛനും അമ്മയൊക്കെ വളരെ സ്നേഹം കൊടുത്ത് വളർത്തിയൊരു മകനാണ്. പക്ഷെ ആ അമ്മ വളരെ താലോലിച്ച് സ്നേഹത്തോടു കൂടി വളർത്തുമ്പോൾ, വിദ്യാഭ്യാസങ്ങൾ കൊടുക്കുമ്പോൾ, പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പഠിപ്പിക്കുമ്പോൾ ആ അമ്മ വിചാരിക്കുന്നില്ല, അല്ലെങ്കിൽ അച്ഛൻ വിചാരിക്കുന്നില്ല ഈ മകൻ്റെ കൈകൊണ്ട് എൻ്റെ ജീവിതം ഇവിടെ അവസാനിക്കുന്ന ഒരിക്കലും ആ അമ്മ വിചാരിച്ചിട്ടില്ല. ഒന്ന് നോക്കൂ നിങ്ങൾ, ആ പൊന്നുമോൻ വളരെ സ്നേഹമുള്ള അമ്മയോടുമൊക്കെ അച്ഛനോടുമൊക്കെ വളരെ സ്നേഹമുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. പിന്നീട് ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ വേണ്ടി വിട്ടു അത്രേ. ബാംഗ്ലൂരിലേക്കൊക്കെ നമ്മുടെ ഒരുപാട് മക്കളെ വിടുന്നുണ്ട്. എല്ലാ മക്കളും അങ്ങനെ ആവണമെന്നില്ല, എല്ലാ മക്കളും അങ്ങനെയാണ് എന്നല്ല പറയുന്നത്. പക്ഷെ ചില മക്കൾ അവിടെ തെറ്റിൻ്റെ സാധ്യതകൾ, അപകടങ്ങളുടെ സാധ്യതകൾ കൂടുതലാണ്. അവിടേക്ക് നമ്മുടെ ചില മക്കളെ വിടുമ്പോൾ അവിടുത്തെ സാഹചര്യത്തിനനുസരിച്ച് അവർ പൊരുത്തപ്പെട്ടു പോവുകയാണ്. മനസ്സിലാക്കണം. അപ്പോൾ ബാംഗ്ലൂര് പോലെയുള്ള, അതുപോലെ തന്നെ കർണാടക ഭാഗങ്ങളിലേക്കൊക്കെ, മംഗലാപുരം ഭാഗങ്ങളിലൊക്കെ പല മക്കളെയും പഠിക്കാൻ വിട്ടിട്ട് നാട്ടിലേക്ക് അവർ തിരിച്ചെത്തും വളരെ മോശമായിട്ടാണ്, ഡ്രഗ്സിനൊക്കെ അടിമയായിട്ടാണ് എന്ന് നമ്മൾ പല സംഭവങ്ങൾ കാണുന്നുണ്ട്. ഈ മകൻ അതുപോലെ ബാംഗ്ലൂരിലേക്ക് നല്ല വിദ്യാഭ്യാസത്തിന് വേണ്ടി വിട്ടതാണ്. അവിടുത്തെ ഒരു ഗ്യാങ്ങിൽ പെട്ടു, ലഹരിക്കടിമയായി, അങ്ങനെ മദ്യപിച്ചും മറ്റുമൊക്കെ വീടുകളിലേക്കും മറ്റും വരാൻ തുടങ്ങി. അവിടുന്ന് കോഴ്സ് പൂർത്തിയാക്കാതെ നാട്ടിലേക്ക് തിരിച്ചു വന്നു. ഇങ്ങനെയാണത്രേ ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതം. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, സ്വന്തം അമ്മയെ വെട്ടിക്കൊന്നു. സ്വന്തം അമ്മയെ വെട്ടിക്കൊന്നിട്ട് അമ്മയുടെ ആങ്ങളോട് പറയണം, എൻ്റെ പെങ്ങളെ ഞാൻ കൊന്നിട്ടുണ്ട്. ഒന്ന് ആലോചിച്ചൊക്കെ നിങ്ങൾ അതിൻ്റെ ധൈര്യം. എൻ്റെ പെങ്ങളെ ഞാൻ കൊന്നിട്ടുണ്ട് എന്ന് ഇവന് വിളിച്ചിട്ട് പറയാത്രേ. എന്നിട്ട് രക്തതാന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ്. മനസ്സിലാക്കണം. ഈ സഹോദരൻ പേടിച്ച് വീടിൻ്റെ ഉള്ളിലേക്ക് ഓടി വന്നപ്പോൾ സ്വന്തം പെങ്ങൾ വെട്ടേറ്റിട്ട് ഇങ്ങനെ ബെഡിൽ കിടക്കുന്നതാണ് കാണുന്നത്. പടച്ചോനെ, എന്തായിരിക്കും ആ സഹോദരൻ്റെ അവസ്ഥ? അതാരാ കൊന്നത്? സ്വന്തം മകനാണ്. സ്വന്തം മകനെ അമ്മയെ അങ്ങോട്ട് കൊല്ലാണ്. എന്നിട്ട് പറയാണ്, പോലീസിനോട് പറയാണ്, ഉപദേശം കേട്ട് എനിക്ക് മടുത്തു. ഞാൻ 2 പേരും തീർക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചതാണ്. അച്ഛൻ അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് അമ്മയെ മാത്രം ഞാൻ തീർത്തത്. പടച്ച റബ്ബേ, നമ്മളൊക്കെ ആലോചിച്ച് പോവാണ്. നമ്മളൊക്കെ പഠിക്കുന്നത്, നമ്മളൊക്കെ പറയുന്നത്, നമുക്ക് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. മക്കളെ, സ്വർഗം എന്ന് പറയുന്നത് ഉമ്മാൻ്റെ കാലിൻ്റെ ചോട്ടിലാണ്. ആ സ്വർഗത്തിലേക്ക് ഒരു കവാടുണ്ടെങ്കിൽ അത് വാപ്പയാണ്, അല്ലേ? ഇത് നമ്മൾ പറയുമ്പോൾ പടച്ചവൻ എങ്ങനെ നമ്മുടെ വാപ്പയും നടന്നാലും അവരൊന്ന് വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ അവരൊന്നും നമുക്ക് തളർത്താനോ നമുക്ക് കഴിയുമോ? നമുക്ക് മനസ്സിത് കേൾക്കുമ്പോൾ തന്നെ കൈയും കാലും വിറച്ചു പോവുകയാണ്, അല്ലേ? കാരണം എന്താണ്? നമ്മുടെ ഉമ്മയോടും ബാപ്പയോടൊക്കെ എത്ര സ്നേഹം നമുക്കുണ്ട്. ഇന്ന് നമ്മുടെ മക്കൾക്ക് അതിനൊന്നൊരു വിഷയമല്ല. ഇന്ന് മാതാപിതാക്കളെ വേണ്ട, അവർക്കിന്ന് വേണ്ടത് എവിടെയെങ്കിലും കണ്ട് അവരോടൊന്ന് ചിരിച്ച് സംസാരിക്കുന്ന ഒരു ബോയ് ഫ്രണ്ടിനെയാണ്, ഒരു ഗേൾ ഫ്രണ്ടിനെയാണ് ഇന്ന് അവർക്ക് വേണ്ടത്. മനസ്സിലായി? ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങളിലേക്ക് പല മക്കളും ഇന്ന് എത്തപ്പെട്ടിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ കാരണം? കാലത്തിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പോ, അതോ മക്കളുടെ മൈൻഡ് കാലത്തിനനുസരിച്ച് പല രൂപങ്ങളിലേക്കാകുന്നതോ നമ്മൾ ഏറ്റവും കൂടുതൽ അറിയേണ്ടതുണ്ട്. നമുക്ക് പഴയ കാലത്തൊരു ശീലം ഉണ്ടായിരുന്നല്ലോ, മക്കളെ വല്ലാതെ ചീത്ത പറയുക, അല്ലെങ്കിൽ അവരെ അടിക്കുക, അവരെ വല്ലാതെ ഉപദ്രവിക്കുന്നൊരു പഴയ കാലത്തുള്ള മാതാപിതാക്കൾക്ക് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അത് അന്നത്തെ കാലത്ത് എന്ത് നമ്മൾ ചെയ്താലും അവർക്കത് പ്രശ്നമല്ലായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് മാറിയിട്ടുണ്ട്. നമ്മുടെ കുട്ടികളുടെ ചിന്തയും മൈൻഡൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. അവർക്ക് അനുസരിച്ച് വേണം ഇന്ന് നമ്മൾ നിൽക്കാൻ. അങ്ങനെ നമ്മൾ നിൽക്കുന്നില്ലെങ്കിൽ നമ്മൾ വലിയ അപകടത്തിലേക്ക്, നമ്മുടെ മക്കളെ കൊണ്ട് നമ്മൾ വലിയ പ്രശ്നത്തിലേക്ക് എത്തപ്പെടുക. ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഈ ഒരു സംഭവം ഇങ്ങനെ കണ്ടപ്പോൾ പടച്ചോൻ അതിൻ്റെ താഴത്ത് ഒരുപാട് ആളുകൾ സങ്കടത്തിൻ്റെ കണ്ണീരിൻ്റെ കഥകൾ ഇങ്ങനെ കമൻറ്റിലൂടെ എഴുതിയിട്ടുണ്ട്. എന്ത് മകനാണവൻ. ആ അമ്മയ്ക്കും അച്ഛനും ഈ ഒരു പൊന്നുമോനും നല്ല രൂപത്തിലാകാൻ താല്പര്യമുണ്ട്. ഈ മയക്കുമരുന്നും മദ്യത്തിനൊക്കെ നിന്ന് മാറി ജീവിക്കാൻ താല്പര്യമുണ്ട്. അവർ നല്ലത് പറഞ്ഞു കൊടുക്കുക അവനിക്ക്. ഇന്ന് നമ്മുടെ മക്കൾക്ക് ഉപദേശം ഇഷ്ടമല്ല. നമ്മുടെ കുട്ടികളെ ഏതെങ്കിലും ഒരാളോട് നമ്മളൊന്ന് ഉപദേശിച്ച് നോക്കൂ. ഒരു പറയാൻ കാര്യങ്ങൾ, ഒരു 10, 20, 18, 20 വയസ്സ് കഴിഞ്ഞൊരു കുട്ടിയെ നമ്മൾ ഉപദേശിച്ചാൽ ഓൻ പറയാൻ കാര്യങ്ങൾക്ക് ഒന്ന് നിർത്തുമോ? ഇത് കേട്ട് മടുത്തു. ഇനി ചില ആളുകൾ ഇപ്പം നമ്മുടെ അടുത്തൊക്കെ പല കുട്ടികൾ, മാതാപിതാക്കൾ വിളിച്ചിട്ട് പറയും, ഞാൻ പറഞ്ഞിട്ട് കേൾക്കില്ല, നിങ്ങളൊന്ന് പറയുമോ?
ഞാൻ പറഞ്ഞിട്ട് കേൾക്കില്ല, നിങ്ങളൊന്ന് പറയോ. അപ്പോൾ ഓരോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ പറയും, പെരീ ചെന്നാൽ എന്നും ഉപദേശമാണ്, എന്നും ഇത് പറയാണ്, വാപ്പ ഇങ്ങനെ പറയാണ്, ഉമ്മ ഇങ്ങനെ പറയാണ്. പിന്നെ നമ്മളോട് ഇതൊക്കെ പിന്നെ ആരാ? നമ്മൾ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന തെറ്റാണെങ്കിൽ നോക്കൂ നിങ്ങൾ, നമ്മൾ ചെയ്യുന്ന തെറ്റ് തിരിച്ചറിയാതിരിക്കുക നമ്മളെ മുമ്പിൽ നിൽക്കുന്ന ആളുകൾ കേൾക്കണം. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന തെറ്റിനെ നമുക്ക് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളുന്നില്ല. നമ്മളെ മുമ്പിൽ കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ ഓർക്ക് കേൾക്കണം നമ്മൾ ചെയ്യുന്ന തെറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാം. നമ്മൾ കാട്ടുന്നൊക്കെ നമ്മൾ പറയുന്നൊക്കെ നമുക്ക് ശരിയാക്കരം. പക്ഷെ അത് അറിയണമെങ്കിൽ ചില മറ്റുള്ള ആളുകൾക്കേ അറിയണ്ടാവുള്ളൂ. അപ്പോൾ അവർ നമ്മോട് പറയുമ്പോൾ ഉമ്മയും ബാപ്പയും അത് അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ അവർക്ക് നമ്മളെക്കായും അറിവില്ലേ, ഈ ലോകത്തെക്കുറിച്ച് പരിചയമല്ലേ, അവർക്ക് നമ്മളെക്കായും നമ്മൾ പറയില്ലേ ഒരു ഊണം അധികമുണ്ട് എന്ന് പറയില്ലേ, ആ അവസ്ഥയിൽ എത്തിയിട്ടില്ലേ, നമ്മളെക്കായും പ്രായം കൂടുതലല്ലേ. അപ്പോൾ ദുനിയാവിനെ കുറിച്ച് അവർക്കല്ലേ കൂടുതൽ അറിയാം. അവരത്രയ്ക്ക് ഇഖ്ലാസ് നമുക്കുണ്ടോ, അവർക്കത്രയ്ക്ക് തഖ്വ നമുക്കുണ്ടോ? ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ അവർ പറയുന്നതിനനുസരിക്കുക, അതാണ് നമ്മുടെ കടമ. ഓരോ മക്കളുടെയും കടമ അതാണ്. അത് ചെയ്യാത്തത് കൊണ്ടാണ് ഇത് നോക്കൂ നിങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ മക്കളിങ്ങനെ ഇപ്പോൾ നമ്മൾ ഈ ബാംഗ്ലൂർ അതുപോലെ തന്നെ സ്ഥലങ്ങളിലേക്ക് നമ്മൾ പഠിക്കാൻ വിടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ചെല്ലുമ്പോഴും കാണുമ്പോഴൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെക്കുറിച്ച്, ആ സ്ഥാപനത്തെക്കുറിച്ചൊക്കെ അവർ പറയുന്നത് പോലെയല്ല. പിന്നെ ഇപ്പോൾ ഈ അടുത്ത് ഒരു പിതാവ് തൻ്റെ മകനെ എറണാകുളത്തൊരു സ്ഥാപനത്തിൽ കൊണ്ടുപോയി വിട്ടപ്പോൾ ആ വാപ്പ വളരെ സന്തോഷത്തിലാണ്. കാരണം എന്താ അറിയോ, അവിടുന്ന് പുറത്തേക്ക് വിടൂല, ഭയങ്കര സ്ട്രിക്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ കൊണ്ടുപോയി വിട്ടത്, അവിടെ കോളേജിലാക്കിയിട്ടുള്ളത്. പക്ഷെ അവിടെ ഫസ്റ്റ് സെമ്മ് കഴിഞ്ഞ് ഫസ്റ്റ് ഇയർ കഴിയുന്നതോടുകൂടെ ആ ഒരു ഫ്രീഡം അവർക്കങ്ങോട്ട് കൊടുക്കുകയാണ് സ്ഥാപനം. അവർക്ക് എപ്പോൾ വേണമെങ്കിലും വരാൻ പോകാം. അപ്പോൾ ആ രക്ഷിതാക്കളുടെ പ്രതീക്ഷകളൊക്കെ നോക്കൂ. എൻ്റെ കുട്ടി ഒരിക്കലും പുറത്തേക്ക് പോകാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന ആ സ്ഥാപനം പിന്നീട് അറിയുന്നത് ഇങ്ങനെയാണ്. കുട്ടികൾക്ക് എവിടെ, ചെക്കന്മാർക്ക് എവിടെ വേണമെങ്കിലും പോകാം. അതിലൊക്കെ സാഹചര്യങ്ങളും മുന്നിൽ കാണുന്ന സ്ഥാപനത്തിൻ്റെ. അപ്പോൾ അതാ പറഞ്ഞു. അപ്പോൾ സ്ഥാപനങ്ങളൊക്കെ ഇന്ന് നമ്മൾ പറയുന്നത്, നമ്മൾ കാണുന്നത് പോലെയല്ല. അവിടേക്ക് എത്തിപ്പെട്ട് വർഷങ്ങളോളം ആ കുട്ടികളവിടെ പഠിക്കുമ്പോൾ ഒരു വർഷം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഫ്രീഡം ആ സ്ഥാപനം കൊടുക്കുകയാണ്. പിന്നെ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ പുറത്ത് പോകാം, വരാം, പബ്ബിൽ പോകാം. അതുപോലെ തന്നെ പല രൂപങ്ങളിലായിട്ട് അവർ നടക്കുകയാണ്. ക്ലാസ്സിലുണ്ടോ അതൊന്നും ഒരു വിഷയമല്ലാത്ത പോലെ നടക്കുകയാണ്. കാരണം അധ്യാപകർക്ക് നിയന്ത്രിക്കാൻ മക്കളെ കഴിയണില്ല. അങ്ങനത്തെ സാഹചര്യത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. അതുകൊണ്ട് നമ്മുടെയൊക്കെ കുട്ടികളെ നമ്മുടെ കൺമുമ്പിൽ എപ്പോഴും ഉണ്ടാകുന്ന രൂപത്തിൽ പഠിപ്പിക്കാൻ വിടുക. നമ്മൾ വലിയ ലക്ഷങ്ങൾ ഫീസ് കൊടുത്തിട്ട് ബാംഗ്ലൂരും അതുപോലെ മൈസൂരും പല പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് വിടുന്നുണ്ടെങ്കിൽ അവിടേക്ക് പല മക്കളും ചെയ്യുന്നത് ഒന്നും വേണ്ട. നമ്മൾ ബാംഗ്ലൂർ തെരുവിലേക്കൊന്ന് രാത്രി സമയത്തൊന്ന് കടന്നാൽ നമുക്കറിയാൻ കഴിയും, ഒക്കെ പഠിക്കുന്ന മക്കൾ ഏതൊക്കെയോ ചെറുപ്പക്കാരികളുടെ പിന്നാമ്പുറങ്ങളിൽ ബൈക്കിലും മറ്റുമൊക്കെയായി തോളിലൊക്കെ കൈയിട്ട് നടക്കുന്ന സാഹചര്യം. ഇതൊന്നും വാപ്പ അറിയണില്ല. വാപ്പാൻ്റെ എന്താ അറിയുക, കുട്ടി ക്ലാസ്സിലാണ്, അവൾ പഠിക്കാൻ വേണ്ടി വന്നതാണ്, അല്ലെങ്കിൽ അവനും അവിടെ പഠിക്കുകയാണ്, നല്ല ഡീസൻ്റായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. പക്ഷെ അതല്ല നടക്കുന്ന സംഭവങ്ങൾ, അതല്ല. അപ്പം നമ്മൾ പഠിക്കാനും മറ്റുമൊക്കെ വിടുന്നുണ്ടെങ്കിൽ നമ്മുടെ കൺമുമ്പിലാകുന്നതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെയുള്ള സ്ഥാപനം കൊണ്ടുപോകുമ്പോൾ അത്രയും സുരക്ഷിതമാണ് എൻ്റെ മക്കൾ എന്നറിഞ്ഞിട്ട് അത് ഉറപ്പ് വരുത്തിയിട്ട് അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ കൊണ്ടുവിടുക. എത്രയോ സഹോദരങ്ങൾ പറയുന്ന കേൾക്കാം, ബാംഗ്ലൂരും മറ്റൊക്കെ പഠിക്കുന്ന മക്കൾ സ്കൂളിലേക്ക് വരുമ്പോൾ, കോളേജിലേക്ക് വരുന്ന സമയത്ത് അവർ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഫർദയൊക്കെ ഇട്ടിട്ടാണ് ട്രെയിന് കയറുന്നത്. കൂടെ അതൊക്കെ അയച്ച് ബാഗിലാക്കിയിട്ട് ജീൻസിൻ്റെ പാൻറ്റും ടീഷർട്ടൊക്കെ ഇട്ടിട്ടാണ് പെൺകുട്ടികൾ വരുന്നത്. അതുപോലെ തന്നെ ആൺകുട്ടികൾ, അവിടെയൊക്കെ രീതികൾ, ഏതെങ്കിലുമൊക്കെ ഒരു പെണ്ണിനെ പിടിച്ചിട്ടാണ് അവരൊക്കെ കോളേജിലൂടെ നടക്കുന്നത്. അവർക്ക് ഒരു ബോയ് ഫ്രണ്ട് വേണം, ഒരു ഗേൾ ഫ്രണ്ട് വേണം. അതില്ലാത്തവൻ പൊട്ടനാ, അതില്ലാത്ത ആൾ പൊട്ടനായിട്ട് മാറാണ് സമൂഹത്തിൽ, അല്ലേ? അങ്ങനെയാണ് ഇന്ന് നമ്മുടെയൊക്കെ സമൂഹം കടന്നു പോകുന്നത്. അല്ലാഹു തആല നമ്മുടെ മക്കളെ സ്വാലിഹ്യങ്ങളിൽ പെടുത്തി തരട്ടെ, നല്ല മക്കളാക്കി തരട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, പിന്നെ ആ ചെറുപ്പക്കാരന് ഈ അമ്മയെ കഴുത്തറുത്ത് കൊന്നപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ ഇങ്ങനെയാവാൻ കാരണം ഇവരാണ്, ഈ വീട്ടുകാരെൻ്റെ മാതാപിതാക്കളാണെന്ന്. നമ്മൾ ശ്രദ്ധിക്കണം. ചിലപ്പോൾ നമ്മുടെ വാക്ക്, നമ്മുടെ പ്രവർത്തനങ്ങൾ അത് ചില മക്കളെ വല്ലാതെ ഹർട്ട് ചെയ്യും. ഒരുപാട് സംഭവങ്ങൾ നമുക്ക് മുമ്പിൽ തെളിവുണ്ട്. നമ്മളെ ചില ശീലങ്ങൾ, പണ്ടിൻ്റെ വാപ്പാനോട് ഞാൻ കാട്ടിന്ന് അങ്ങനെയെന്നു, എൻ്റെ വാപ്പ പറഞ്ഞിന്ന് എങ്ങനെയെന്നു, ഞാൻ പറഞ്ഞു, അങ്ങനെയൊക്കെ ചില ആളുകൾ പറയും. ഞാൻ അങ്ങനെ നിന്നിരുന്നു, ഞാൻ അങ്ങനെ പേടിച്ചിരുന്നു, ഞാൻ അങ്ങനെ അനുസരിച്ചിരുന്നു. എന്നിട്ട് ഇന്നത്തെ മക്കളെ അതും ഇന്നത്തെയും താരതമ്യപ്പെടുത്തിയിട്ട് നമ്മൾ പറയാൻ പാടില്ല. മക്കളുടെ മൈൻഡും കാലഘട്ടങ്ങൾ മാറിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ കുട്ടികളുടെ മൈൻഡ് ആൽഫ മൈൻഡിലാണ് നമ്മുടെ കുട്ടികളൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും ചിന്തകളും ആകണം നമ്മുടേത് എന്ന് നമ്മൾ ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തണം. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹ്യങ്ങളാക്കട്ടെ.